മൂവ്മെന്റ് ശരിയാവണില്ലായിരുന്നു കേട്ടോ. എനിക്ക് എത്ര അനാലിസിസ് ചെയ്തിട്ട് അങ്ങോട്ട് റെഡി ആവണില്ല. ഇന്ന് വാങ്ങിച്ചത് ഫുള്ള് കഴിച്ച് തീറ്റ കേട്ടോ. 12 പീസിൽ 11 പീസിന് ഒറ്റയ്ക്ക് കഴിച്ച്. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഇറങ്ങുക. വേറെ പരിപാടി ഇനി ഒന്നുമില്ല. ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഇറങ്ങട്ടെ. സെറ്റായിട്ടില്ല കേട്ടോ, ഇറങ്ങാണ് കേട്ടോ. ടെമ്പറേച്ചർ ഒരു രക്ഷയില്ല. ഇവിടെ രണ്ട് വലിയ കാര്യമൊന്നുമില്ല. 15-20 മിനിറ്റ് കൂടി ഉണ്ട്. ഉച്ചയ്ക്കൊക്കെ ഒന്ന് നോക്കട്ടെ. നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ ശരിക്കും വെള്ളം ഒഴിച്ചുള്ളൂ. ടീ കുടിക്കാൻ പോകണം. ടീയും കൂടി കുടിച്ചതിന് ശേഷം കുളിക്കേണ്ട പരിപാടി നോക്കണം. പിടിച്ചീറി കേട്ടോ. ഇതിൽ ഐസാക്കിയിട്ട് ചൂടുവെള്ളം തീർന്നതാണ്. ക്യാപ്പ് തുറക്കാൻ മറന്ന് പ്രഷറിൽ പൊട്ടി. ചൂടുവെള്ളത്തിലല്ല, ഇവിടുന്ന് വരണ ടാങ്കിൽ നിന്ന് വരണ വെള്ളം തിളച്ച വെള്ളമാണ്. 2 മിനിറ്റിലും കൂടി എടുത്ത് ഇതിൽ നിന്ന് പറഞ്ഞ വെള്ളം 2 മിനിറ്റും കൂടി എടുത്ത് അടുപ്പി വെച്ചാൽ വെട്ടി തിളയ്ക്കും. കറണ്ട് അടുപ്പിൽ 2 മിനിറ്റ് വെച്ചാൽ മതി. 2 മിനിറ്റ് വേണ്ടി വരുമെന്ന് തോന്നണില്ല. ആൾറെഡി അത് കുറുക്കി വീണ പൊള്ളണ വെള്ളമാണ്. വെട്ടി തിളപ്പിക്കണ കാര്യമാണ് പറയണ. അതായത് നമ്മൾ ചായയൊക്കെ കുടിക്കുമല്ലോ, ചായയൊക്കെ കുടിക്കുന്ന ഏകദേശമുള്ള ചൂടില് വരും. അത് നമ്മൾ 2-3 സ്റ്റെപ്പ് ഊതിയല്ലേ കുടിക്കുന്നത്. അതിനുശേഷം പിന്നെ അങ്ങ് ഫ്ലോയിൽ കുടിക്കാൻ പറ്റുമല്ലോ. അതേ വെള്ളമാണ് പറഞ്ഞത്. ദേഹത്തും തലയിൽ ഒഴുകെ. അയ്യോ, ഞാൻ മാഗി ഉണ്ടാക്കട്ടെ. ഇന്ന് പോവില്ലേന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഉണ്ടാക്കി കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കട്ടെ കേട്ടോ. റൈസ് ഉണ്ടാക്കുന്ന കറിക്ക് വേണ്ടിയുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് റെഡി ആവട്ടെ, യൂണിഫോം ഇട്ടെ, അല്ലെങ്കിൽ പിന്നെ മടിച്ച് കളയും. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടീം കുടിക്കാൻ ടൈം ആവണം കേട്ടോ, കാരണം കോള് വന്നു. അപ്പോഴത്തേക്കും പോയി ഒന്ന് ക്ലോറിനേഷൻ നോക്കണം, പോയി കൺട്രോൾ കൊടുക്കണം. അവിടെ ചെന്നിട്ട് ചായ കുടിക്കും. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. ക്ലോറിനേഷൻ്റെ എന്ന് പറഞ്ഞാൽ പോയി കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം, അനാലിസിസ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കേട്ടോ. എല്ലാം സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഒന്നും ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. കൺട്രോൾ മാത്രം നമ്മളെ കയ്യിലുണ്ട്, അത് നോക്കണം. അതനുസരിച്ച് വേണമെങ്കിൽ സെല്ലെടുക്കണമെങ്കിൽ പ്ലാൻ എടുക്കാം. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പ്ലാൻ എടുക്കാം. എന്നിട്ട് മേളിൽ പോയി റീടെസ്റ്റ് ചെയ്യും. അതിനുശേഷം സെല്ലിൻ്റെ പ്ലാൻ നോക്കാം. അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുക, അതാണ് നല്ലത്. ഇപ്പോഴത്തെ ട്രേഡിങ്ങിൻ്റെ പ്ലാന്. പക്ഷേ ട്രേഡിങ് ഇപ്പോൾ എടുക്കൂല, അറിയാല്ല. എടുക്കാം, അത്രേ ഉള്ളൂ. അയ്യോ, എന്താ പ്ലാൻ വരയ്ക്കാൻ നോക്കി കേട്ടാ, വരണില്ല. അങ്ങോട്ട് എങ്ങോട്ട് നോക്കിയിട്ടും റെഡി ആവണില്ല. കൂടുതൽ വരയ്ക്കാനും നോക്കുന്നു. നല്ല തലവേദനിക്കുന്നത്. പിന്നെ കൺട്രോൾ ഇവിടെയാണുള്ളത്, അതും പോയി നോക്കണം. നേരെ പോയെന്ന് പറഞ്ഞാൽ പമ്പ് റൂമും ചിക്കുക. കുഴപ്പമില്ല, ക്ലോറിനേഷൻ്റെ ഇവിടെയും കുഴപ്പമില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോക്കാൻ വേണ്ടി എഞ്ചിനീയറല്ല, ഇൻസ്പെക്ഷൻ ടീം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ടാങ്ക് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അത് നോക്കേ. സംഭവം അവർ വന്ന് പോയി നമ്മളൊന്നും അറിഞ്ഞൊന്നുമില്ല. അങ്ങനെ ആ ഫോട്ടോ എടുക്കാത്ത, വീഡിയോ വരാത്തത്, എടുത്തിട്ടില്ല. അതിൻ്റെ വന്ന് പോയി അതിന് ശേഷം അതിൻ്റെ കൂടെ വന്നൊരു ഓപ്പറേറ്ററിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു. അങ്ങനെയാണ് അറിഞ്ഞത്. പിന്നെ ഇന്ന് ചെറുതായിട്ടൊരു പാർട്ടികളുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്യുക, അനാലിസിസ്. രാവിലെ തന്നെ കമ്പ്യൂട്ടർ നോക്കിയത് അനാലിസിസ്. പിന്നെ സൈഡ് വൈസ് ആയിട്ട് പിന്നെ വിട്ട്. കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്, സെറ്റാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ അനാലിസിൻ്റെ മാത്രം നോക്കണം. 1 മിനിറ്റ് മുമ്പേ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം 1 മിനിറ്റിൻ്റെ കാൻഡിലാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ബൂം ഉണ്ടായിരുന്നു. ഈ ടൈമിലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അതിനൊന്നും നോക്കാനും പറ്റൂല. പറഞ്ഞാൽ ആ മൂവ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. 1 മിനിറ്റിൽ അത്രയും സ്ട്രൈക്ക് മൂവ്മെന്റ് വാച്ച് ചെയ്യാതെ തന്നെ. അടുത്ത വലിയ പരിപാടിയൊന്നുമില്ല. എഡിറ്റിങ്, അഡ്ജസ്റ്റ്മെന്റ്, അനാലിസിസ്, അതൊക്കെ തന്നെ. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.